ഡി സതീശിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റെടുത്തു, പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാകണമെന്നുള്ളതിനെക്കുറിച്ച് വലിയ തർക്കങ്ങളായിരുന്നു 10 ദിവസത്തോളം നടന്നത്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇടപെട്ടു. ആദ്യം ചെയ്തത് MLA-മാരുടെ അഭിപ്രായം അറിഞ്ഞു, പാർട്ടി നേതാക്കളുടെ അഭിപ്രായം പറഞ്ഞു, പിന്നെ പുറത്തുനിന്നുള്ള ആളുകളുടെയൊക്കെ പ്രഷർ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രഷർ ഉണ്ടായിരുന്നു, സമ്മർദ്ദമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവസാനത്തെ ഏതാണ്ട് 8-9 ദിവസവും KC വേണുഗോപാൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ മുൻതൂക്കമുണ്ടായിരുന്നെങ്കിലും അവസാനം നറുക്ക് VD സതീശന് വീണത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിൽ ഒരുപാട് നാടകങ്ങൾ, ഇനിയും നമ്മൾ അറിയാത്ത കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് പലതും ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അവസാന നിമിഷം മുസ്ലിം ലീഗ് നേതാക്കളായ PK ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ സോണിയാഗാന്ധിയുടെ മകൾ പ്രിയങ്ക ഗാന്ധി, അതായത് വയനാട്ടിലെ MP-യെ ഉൾപ്പെടെ വിളിച്ച് സമ്മർദ്ദം ഉണ്ടാക്കിയത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇവർക്ക് VD സതീശനോട് ഇത്ര താല്പര്യം, അല്ലെങ്കിൽ KC വേണുഗോപാലിനോട് എന്താണ് ഇത്ര ശത്രുത എന്നുള്ളതൊക്കെ ഇതിൻ്റെ പിറകിൽ രാഷ്ട്രീയമായ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, മറിച്ച് പല സാമ്പത്തികവും മറ്റ് വ്യവസ്ഥാപിതമായ മറ്റ് ഒരുപാട് താല്പര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ തർക്കങ്ങൾ തീരുന്നില്ല എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം വകുപ്പ് വിഭജനത്തിൽ തർക്കം, ആദ്യം മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ തർക്കം, പിന്നീട് മന്ത്രിമാരുടെ വകുപ്പുകൾ കൊടുക്കുന്നതിൽ തർക്കം, ആ വകുപ്പ് ഇങ്ങോട്ട് വേണം, ഈ വകുപ്പ് അങ്ങോട്ട് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാണ് യഥാർത്ഥത്തിലുള്ള കോൺഗ്രസ് രാഷ്ട്രീയം. ഇപ്പോഴും അത് പൂർണ്ണമായും ഇതുവരെ ഔദ്യോഗികമായ വിജ്ഞാപനം വരെ, ആർക്ക് ഏത് വകുപ്പാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിജ്ഞാപനം വരെ വന്നു കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ മന്ത്രിമാരുടെ വീടുകൾ നിശ്ചയിക്കുന്നതിലും തർക്കമുണ്ട് എന്നുള്ളതാണ് അറിയാൻ പോകുന്നത്. അതെന്തായാലും അതത്ര വലിയ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, KC വേണുഗോപാൽ വഴി നമ്മുടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നേരിട്ട് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനോട് പറയുകയാണ്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാർക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകണം. അപ്പോൾ സാമൂഹ്യമായ കാഴ്ചപ്പാടിൽ നമുക്കതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നാം. അദ്ദേഹം പറയുന്നത്, നിങ്ങളൊക്കെ പേരിന് പലപ്പോഴും പട്ടികജാതിയിൽപ്പെട്ട ഒരാളെ മന്ത്രിയാക്കുന്നു, അല്ലെങ്കിൽ സംവരണമുള്ളത് കൊണ്ട് ഒരാളെ MLA സ്ഥാനത്തേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു പട്ടികജാതിക്കാരൻ വേണ്ടേ, അല്ലെങ്കിൽ 2 പട്ടികജാതിക്കാരെങ്കിലും വേണ്ടേ എന്നുള്ളത് കൊണ്ട് 2 പട്ടികജാതിക്കാരെ മന്ത്രിമാരാക്കുന്നു. അതിന് പകരം എന്താണ് ചെയ്യേണ്ടത്? അതിന് പകരം അവർക്ക് നിർണായകമായ വകുപ്പുകൾ കൊടുക്കണം എന്നാണ് ഖാർഗെ ആവശ്യപ്പെട്ടത്. പക്ഷേ VD സതീശൻ അത് അനുസരിച്ചില്ല എന്നുള്ളതാണ്, ഇതുവരെ അനുസരിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇനി ഒരു പക്ഷേ പുതിയ വിജ്ഞാപനം വരികയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനും കഴിയും. ഇനി അഥവാ വിജ്ഞാപനം വന്നാലും വീണ്ടും വേണമെങ്കിൽ അടുത്ത വിജ്ഞാപനം പുറപ്പെടുവിക്കാം. കാരണം മന്ത്രിമാരുടെ വകുപ്പുകൾ എപ്പോഴും മുഖ്യമന്ത്രിക്ക് മാറ്റാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇവിടെ എന്താണ്, അങ്ങനെ ഒരു ദളിത് സമീപനം മാത്രമാണോ, അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് നല്ല വകുപ്പുകൾ കൊടുക്കണം എന്നുള്ള ഒരു ഉദാത്തമായ സമീപനത്തിൻ്റെ പേരിലാണോ ഖാർഗെ അങ്ങനെ ആവശ്യപ്പെട്ടത്? അല്ല. ഖാർഗെ ആവശ്യപ്പെട്ടത് അതൊരു മുഖംമൂടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു പുകമറയായിരുന്നു. അങ്ങനെ പട്ടികജാതിക്കാരുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ നേടാനുള്ള ചിലരുടെ അജണ്ടയായിരുന്നു അതിന് പുറകിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യത്തിൽ തർക്കം നടക്കുന്നത് 2-3 വിഷയങ്ങളിലാണ്. പല വിഷയങ്ങളും തർക്കമുണ്ട്. ഒന്ന്, മുസ്ലിം ലീഗും ലത്തീൻ കത്തോലിക്ക വിഭാഗവും ഒക്കെ തമ്മിലൊരു തർക്കം നടക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ തർക്കം നടക്കുന്നത് വൈദ്യുതി വകുപ്പ്, അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പ് എന്നിവയിലാണ്. കാരണം വൈദ്യുതി വകുപ്പ് മുരളീധരന് കൊടുക്കാനുള്ള തീരുമാനമുണ്ടായ ഉടനെ തന്നെ തനിക്ക് ആരോഗ്യ വകുപ്പ് തന്നെ വേണം, ആരോഗ്യവും ദേവസ്വം വേണം എന്ന് മുരളീധരൻ ബലം പിടിക്കുകയാണ്. ആ സമയത്താണ് ഖാർഗെ ഇടപെടുന്നത് KC വേണുഗോപാലിൻ്റെ സമ്മർദ്ദത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ ഖാർഗെ ഉപയോഗിച്ച് ഇടപെടുന്നത്? AP അനിൽകുമാറിന്, അതായത് KC വേണുഗോപാലിൻ്റെ ഏറ്റവും അടുത്ത ആളായ AP അനിൽകുമാറിന് ആരോഗ്യ വകുപ്പ് തന്നെ കിട്ടണം. അപ്പോൾ വൈദ്യുതി വകുപ്പ് അത്ര മോശം വകുപ്പാണോ? അതെ, വൈദ്യുതി വകുപ്പിൽ ഇപ്പോൾ കാര്യമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിലെ എല്ലാ ആളുകൾക്കും വൈദ്യുതി കൊടുക്കുക, വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കുക എന്നുള്ളതൊന്നും അല്ലല്ലോ രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം. കാരണം വൈദ്യുതി വകുപ്പിൽ ഏതാണ്ടൊക്കെ ഭരണമൊക്കെ നിർവഹിക്കുന്നത് വൈദ്യുതി ബോർഡാണ്. അത് നല്ല ചെയർമാനുണ്ട്. പിന്നെ ഏത് കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിലും വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്. കേരളം പഴയ പോലെ വൈദ്യുതി വെച്ച സംസ്ഥാനമല്ല.
ഇടപാടുകളൊന്നും നടക്കില്ല. ഇങ്ങോട്ട് വാങ്ങൽ മാത്രമേ നടക്കൂ. അതിലും ചിലപ്പോൾ കമ്മീഷനൊക്കെ കിട്ടുമായിരിക്കാം. പക്ഷേ അവിടെ ഏതാണ്ടൊക്കെ ഒരു മറ്റ് വകുപ്പുകളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നടക്കുന്ന അത്ര കച്ചവടമൊന്നും വൈദ്യുതി വകുപ്പിൽ നടക്കില്ല. പകരം ഏറ്റവും അധികം കച്ചവടം നടക്കാൻ പോകുന്ന വകുപ്പാണ്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ഈ ആരോഗ്യവകുപ്പ് കെ മുരളീധരന് വേണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതേ സമയത്ത് AP അനിൽകുമാറിന് കൊടുക്കണം എന്നുള്ളതാണ് ഖാർഗെയുടെ ആവശ്യം. ആ ഖാർഗെയുടെ ആവശ്യം ആരുടെ ആവശ്യമാണ്? KC വേണുഗോപാലിൻ്റെ ആവശ്യമാണ്. അപ്പോൾ എന്താണ് ഇത്ര ഈ ആരോഗ്യവകുപ്പിൻ്റെ ഒരു പ്രത്യേകത? നമുക്കറിയാം, കേരളത്തിലെ മന്ത്രിസഭയിൽ ഏറ്റവും അധികം കാശ് ഉണ്ടാക്കാൻ പറ്റിയ വകുപ്പാണ് ആരോഗ്യവകുപ്പ്. തുടക്കം മുതൽ ആരോഗ്യവകുപ്പിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ആരോഗ്യവകുപ്പിൽ ക്രമക്കേടുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇവിടെ ഒരു ആരോഗ്യവകുപ്പിലേക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയുള്ളൊരു കോർപ്പറേഷൻ ഉണ്ട്. അവിടെയാണ് ഏറ്റവും അധികം കച്ചവടം നടക്കുന്നത്, മരുന്ന് കമ്പനികളുമായിട്ടുള്ള കച്ചവടം നടക്കുന്നത്. ഏറ്റവും അധികം പണം ഉണ്ടാക്കാൻ പറ്റുന്ന വകുപ്പാണ് ആരോഗ്യവകുപ്പ്. അല്ലാതെ കേരളത്തിലെ മുഴുവൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ അങ്ങ് മെച്ചപ്പെടുത്തി കളയാം എന്നുള്ളത് കൊണ്ടല്ല. ഇപ്പം കെ മുരളീധരൻ പറയുന്നുണ്ട്, ഒരു മെഡിക്കൽ കോളേജല്ല, രണ്ടാമത്തെ മെഡിക്കൽ കോളേജിന് തിരുവനന്തപുരത്ത് തുടങ്ങാൻ പോവുകയാണ്. അപ്പം ആ ജനറൽ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി മാറ്റണോ അല്ല മറ്റൊരു നല്ലൊരു റെഫറൽ ആശുപത്രിയാക്കി മാറ്റണോ എന്നുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ചില പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊള്ളയടിക്കാം എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഒരു ഉദ്ദേശം. അതെന്നും വിവാദ വിഷയമായിരുന്നു കേരളത്തിലെ ആരോഗ്യവകുപ്പ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നതിന് കാര്യമില്ല, അല്ലെങ്കിൽ ഏതൊരു മുന്നണിയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. ഏത് മുന്നണിയായാലും ആരോഗ്യവകുപ്പിൽ ഏറ്റവും അധികം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുമായിട്ട് ഒരുപാട് അതിൻ്റെ പിറകിലുള്ള ഒരുപാട് കച്ചവട കണ്ണുകൾ അല്ലെങ്കിൽ കണ്ണികൾ ഇങ്ങനെ നീണ്ടു പോകുന്നത് ഉറപ്പാണ്. 2001 P. ശങ്കരനായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി. അന്ന് കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് ഇപ്പോൾ ആരോഗ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയാണെന്ന് നമ്മൾ പറയുന്ന കെ മുരളീധരൻ തന്നെയാണ്. കാരണം കെ മുരളീധരൻ്റെ ഒരു അടുത്ത അനുയായിയായിരുന്നു P. ശങ്കരൻ. അപ്പോൾ P. ശങ്കരൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു റബ്ബർ സ്റ്റാമ്പ് മന്ത്രിയായിരുന്നു. കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് കെ മുരളീധരനായിരുന്നു. ഇപ്പോൾ 2006 പിന്നീട് വന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ആ സമയത്തും ആരോഗ്യവകുപ്പിൽ ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ശ്രീമതി ടീച്ചറായിരുന്നു ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയൊക്കെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് മറ്റു പലരുമായിരുന്നു. പക്ഷേ അന്ന് VS അച്യുതാനന്ദൻ ഉള്ളത് കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും നടക്കാൻ പലപ്പോഴും അദ്ദേഹം പെട്ടെന്നൊരു തീരുമാനമെടുക്കും. എന്തെങ്കിലും ഒരു ക്രമക്കേട് കണ്ടുപിടിച്ചാൽ പെട്ടെന്നൊരു അന്വേഷണത്തിന് ഒക്കെ ആരോടും ആലോചിക്കാതെ അദ്ദേഹം തീരുമാനിച്ചാലോ എന്നൊക്കെ ഭയന്നുകൊണ്ടായിരിക്കും. പക്ഷേ എന്നാൽ പോലും ഒത്തിരി ക്രമക്കേടുകൾ ഇവിടെ ആരോഗ്യവകുപ്പിൽ നടന്നിരുന്നു. പിന്നീട് കോൺഗ്രസ് ഭരണകാലത്ത് അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു, VS ശിവകുമാർ ഉണ്ടായിരുന്നു. അപ്പം ഈ സമയത്തും ആരോഗ്യവകുപ്പിൽ ക്രമക്കേട് നടന്നിരുന്നു. പിന്നീട് നമുക്കറിയാം ഇടതുപക്ഷ ഭരണകാലത്തും 2016 ആരോഗ്യവകുപ്പിൽ ഒരുപാട് ക്രമക്കേടുകളൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിറകിൽ നമ്മൾ ഒരുപാട് ചരടുകൾ നമുക്ക് കാണാൻ കഴിയും. ഉന്നതന്മാരെ ഒരുപക്ഷെ മന്ത്രിമാരൊക്കെ പാവകളായിരിക്കും. ഇപ്പം വീണ ജോർജ് ആണെങ്കിലും അതേപോലെ തന്നെ ശൈലജ ടീച്ചർ ആണെങ്കിലൊക്കെ തന്നെ അവരെയൊക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പിറകിൽ നിന്നുള്ള ചരട് വലികളാണ് പലപ്പോഴും നടക്കുന്നത്. ഇടതുപക്ഷ ഭരണകാലത്ത് അത് നടക്കുന്നു, കോൺഗ്രസ് ഭരണകാലത്ത് മന്ത്രിമാർ തന്നെ നടക്കുന്നു, അല്ലെങ്കിൽ മന്ത്രിമാരേക്കാൾ വലിയ സൂപ്പർ മന്ത്രിമാർ നടക്കുന്നു. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നടക്കുന്ന ഒരു തർക്കം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വകുപ്പുകാരുകൾക്ക് വേണം എന്നുള്ളതാണ്. അല്ലാതെ ദളിതനെ ശാക്തീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് AP അനിൽകുമാറിന് ആരോഗ്യവകുപ്പ് കൊടുക്കണം എന്ന് ഖാർഗെ പറഞ്ഞതിൻ്റെ പിറകിൽ കച്ചവട കണ്ണുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് ഒരു പക്ഷേ ഖാർഗെക്ക് ഉണ്ടാവില്ല, പക്ഷേ ഖാർഗെ അതിന് പ്രേരിപ്പിക്കുന്ന ആളുകൾക്കുള്ള കച്ചവട കണ്ണുണ്ടാവും എന്ന് ഉറപ്പാണ്. അതേപോലെ തന്നെയാണ് തർക്കം തീരാത്തൊരു മറ്റൊരു വകുപ്പാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. മുസ്ലിം ലീഗിന് കൊടുക്കരുത് എന്നുള്ളൊരു ആവശ്യം പൊതുവേ കേരളത്തിൻ്റെ ഒരു ആവശ്യമാണ്. അതിനൊരു ജാതി മത അല്ലെങ്കിൽ രാഷ്ട്രീയ പരിഗണനകൾക്ക് അപ്പുറത്ത് വെച്ചുകൊണ്ട് അപ്പം അങ്ങനെ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന സമയത്ത് ലീഗിന് ഫിഷറീസ് വകുപ്പ് കൊടുക്കണം എന്നുള്ളതാണ് ആവശ്യം. അതേ സമയത്ത് ലത്തീൻ കത്തോലിക്ക സഭകളൊക്കെ പറയുന്നത് തങ്ങൾക്ക് വേണം ആ കാര്യം എന്ന് പറയുന്നത്. കാരണം കടപ്പുറം തങ്ങളുടെ നിയന്ത്രണത്തിൽ വേണം എന്നുള്ളതാണ് ലത്തീൻ കത്തോലിക്കക്കാരുടെയും മുസ്ലിം ലീഗിൻ്റെ ആവശ്യം. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഒരു പൊതുവായ താല്പര്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അവർ ലീഗിന് തീരദേശത്തെ കാര്യങ്ങളൊക്കെ കൊടുത്താലും അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പ് കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. അപ്പം ആ സമയത്ത് പ്രശ്നമുണ്ടാക്കുന്ന ലത്തീൻ കത്തോലിക്കക്കാരെ ഉന്നയിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പം മുഖ്യമന്ത്രിയൊക്കെ അങ്ങനെ മതമേധാവികളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ തന്നെ തിണ്ണയിലല്ല
റൂമുകളിലും അല്ലെങ്കിൽ വീടുകളിലൊക്കെയാണ് അവർ നിറങ്ങുന്നത് എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും കോൺഗ്രസിനകത്ത് തർക്കം എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിനെതിരായിട്ട് വന്നൊരു ജനവികാരം, ആ ജനവികാരത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ഭരണം ജനങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റുമോ, അല്ല പരമാവധി കൈയിട്ട് വാരണമോ എന്നുള്ളതാണ് ഇപ്പോൾ അവർ തമ്മിൽ നടക്കുന്ന മത്സരം. അതുകൊണ്ട് ഏറ്റവും നല്ല വകുപ്പുകൾ ആർക്കൊക്കെ കിട്ടും, ആ വകുപ്പുകൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പ് തിരിഞ്ഞിട്ടുള്ള പോരാട്ടമാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് ഉറപ്പാണ്.